ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എല്ലാവരും കൂടി ഇതെങ്ങോട്ടാ? കയാക്കിലിരുന്ന് തുഴഞ്ഞുകൊണ്ട് നമുക്കൊരു സൺറൈസ് കണ്ടാലോ? വെളുപ്പിന് 4:30 എണീറ്റ് പല്ലും തേച്ച് കുളിച്ചിറങ്ങിയതാട്ടോ. പൊതുവേ ഞാൻ ഈ സമയമൊന്നും കാണാറേ ഇല്ല. തലേദിവസം ഉറക്കം കമ്മിയായതുകൊണ്ട് അതിൻ്റെ ക്ഷീണം നന്നായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് തുഴയണ്ടേ? അങ്ങനെ തുഴയാനുള്ള കയാക്കും പാഡലും ഒക്കെ ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ തുഴഞ്ഞാൽ മാത്രം മതി. അതാലോചിക്കുമ്പോഴാണ് ചെറിയൊരു പേടി ഇല്ലാതില്ല. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് നീന്താൻ അറിയില്ല. 2 ഗാർഡ് ചേട്ടന്മാരെ നമ്മുടെ കൂടെയുള്ള ധൈര്യത്തിൽ അങ്ങോട്ട് തുഴഞ്ഞു. ആദ്യമൊക്കെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അതിൻ്റെ ഡയറക്ഷനും മൊമെൻറ്റ്സും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവം ഇത്ര സിമ്പിളായിരുന്നു എന്ന് തോന്നി. എൻ്റെ ഉള്ളിൽ തുഴയലുകാരിനെ ഞാൻ കണ്ടെത്തിയത് ഇവിടെ വെച്ചാൽ 2026 ജനുവരി ആയപ്പോഴേക്കും ന്യൂ സ്കിൽ അൺലോക്ക്ഡ് ആയി. ഒരു ഐലാൻഡിന് ചുറ്റും തുഴഞ്ഞെത്തുമ്പോഴേക്കും ടൈം ഏതാണ്ട് 8:30 പക്ഷേ സമയം പോയത് അറിഞ്ഞേയില്ല. തുഴയണോടൊപ്പം സ്വന്തം റിസ്കിൽ ഫോണിൽ ഷൂട്ട് ചെയ്യാനും ഒരു സ്കില്ല് വേണ്ടേ? അങ്ങനെ അതും പഠിച്ചു. നമ്മൾ കയാക്കിങ് ചെയ്യാനെത്തിയത് കടമക്കുടിയിലാണ്. അത് ആദ്യമേ പറയേണ്ടതായിരുന്നു, വിട്ടുപോയതാണ്. എന്തായാലും നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. പേടിക്കേണ്ട ആവശ്യമൊന്നും തീരെയില്ല. തുഴഞ്ഞ എക്സ്പീരിയൻസും വേണമെന്നില്ല. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാവുന്ന പരിപാടിയുള്ളൂ. പിന്നെ നമുക്ക് അവിടുന്ന് ചായയും പഴംപൊരിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്ര നേരം തുഴഞ്ഞ് വിശന്നിരിക്കുമ്പോൾ പഴംപൊരി കിട്ടിയാലുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ നമ്മൾ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ ആവാമല്ലോ. അപ്പോൾ ഇതുവരെയും കയാക്കിങ് എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.